ഞാൻ എപ്പോഴും പറയാറുണ്ട്, അപ്പോൾ അമേരിക്ക പോലത്തെ രാജ്യങ്ങളിൽ സീനിയർ സിറ്റിസണിൽ 74% ആൾക്കാരും ഡിപ്രഷൻ മരുന്ന് കഴിക്കുന്നു. നമ്മൾ കേരളം നേരിടാൻ പോകുന്ന ഏറ്റവും വലിയ പ്രശ്നമാണ് ഐസൊലേഷൻ. കാരണം കുട്ടികളെല്ലാം വിദേശത്തേക്ക്, അതായത് രാജ്യങ്ങൾ, വില്ലേജുകളിൽ പോലും ആളില്ല. ഞങ്ങളുടെയൊക്കെ അവിടെ വീടിൻ്റെ അടുത്ത് ജംഗ്ഷൻ 7 മണിയാകുമ്പോൾ തന്നെ ഉറങ്ങിക്കഴിയും. നിങ്ങൾ അടുത്ത കാലത്ത് വാട്സാപ്പിലൊക്കെ ഒരു വീഡിയോ ഓടുന്നത് കണ്ടിട്ടുണ്ടാവും. ഒരു പഞ്ചായത്തിലെ ഇഷ്ടംപോലെ വീടുകൾ വിൽക്കാനുണ്ട്, കോടിക്കണക്കിന് രൂപയുള്ള വീടുകൾ വിൽക്കാനുണ്ട്. സ്ഥലത്തിൻ്റെ മാത്രം കൊടുത്താൽ മതി, വീട് ഫ്രീ ആണെന്നൊക്കെ. ഇവരുടെയൊക്കെ ഫാമിലി ഗെറ്റ് ടുഗദർ നടക്കുന്ന അമേരിക്ക വെച്ചും ഇംഗ്ലണ്ട് വെച്ച് വിട്ടൊക്കെ. ഇവിടെ ആരുമില്ല. ഇവിടുന്ന് 2-3 പേര് അങ്ങോട്ട് ചെന്നാൽ മതി, മൊത്തം ആൾക്കാർ അവിടെയാണ്. കുറേ വലിയ വീടുമുണ്ട്. പക്ഷേ ഇതിന് പ്രായമുള്ളവർ മാത്രം, അവർക്ക് അവിടെ പോകാൻ മേലാതെ തന്നെ അവരിവിടെ ഇരിപ്പുണ്ട്. നമ്മൾ ഇന്ന് ഓരോ പ്രായത്തിലും നമ്മുടെ ആഗ്രഹങ്ങൾ മാറി വന്നുകൊണ്ടിരിക്കും. ചെറുപ്രായത്തിൽ നമുക്ക് കാർ മേടിക്കാമെന്നൊക്കെ ആയിരിക്കും. കുറച്ച് കഴിഞ്ഞാൽ പിള്ളേരെ നമ്മുടെ ബന്ധുക്കളുടെ ഏറ്റവും വലിയ ആളാണ്. നമ്മുടെ വീട്ടിലൊരു ഡോക്ടറില്ല, ഒരു ഡോക്ടർ എന്നാൽ നീ നമ്മുടെ വീട്ടിലെ ഡോക്ടർ എന്നൊക്കെ പറഞ്ഞ് പേരൻസ് തീരുമാനിക്കുക. നമ്മുടെ വീട്ടിൽ ഡോക്ടർ ഇല്ലാത്തതിൻ്റെ പകരം വീട്ടാനാണ് ഈ മോൻ എന്നൊക്കെ പറഞ്ഞ് നേരത്തെ പേരൻസ് തീരുമാനിക്കാം പിള്ളേരുടെ പ്രൊഫഷൻ ഏത്. ഇങ്ങനെയൊക്കെയുള്ള ഇത് മണ്ടത്തരങ്ങൾ കാണിക്കാതെ കുട്ടികളുടേതായ ഇന്ന് ഇഷ്ടംപോലെ കോഴ്സസും അവരുടേതായ രീതി വളരാൻ ഇഷ്ടംപോലെ അവസരങ്ങളുടെ കാലം. പണ്ടെന്ന് പറഞ്ഞാൽ 2-3 ഓപ്ഷനേ ഉള്ളൂ. കോളേജിൽ പോയിട്ടുണ്ടെങ്കിൽ ഒന്നെങ്കിൽ മാത്സ് പഠിക്കാമല്ലോ, ഇതിന് 2-3 ഓപ്ഷനേ ആകൂടും. ഇതിനകത്ത് ഏതെങ്കിലും പഠിച്ചേ പറ്റുള്ളൂ. നമുക്ക് ഇഷ്ടമുള്ള സബ്ജക്റ്റ് പഠിക്കാൻ പണ്ട് ഓപ്ഷനില്ല. ഇന്ന് ഇഷ്ടം പോലെ ഓപ്ഷനാണ്. കുട്ടികൾക്ക് ഇഷ്ടം പോലെ വളരാനുള്ള സാധ്യതകളുണ്ട്. അവർക്കുള്ള അഭിരുചിക്ക് അനുസരിച്ചുള്ള കോഴ്സുകൾ പഠിപ്പിക്കുക. ഞാൻ അടുത്ത കാലത്ത് ഈ കമ്മ്യൂണിറ്റി ബിൽഡിങ്ങിനെ കുറിച്ച് പറഞ്ഞതാണ്. അതായത് കുട്ടികളൊക്കെ വിദേശത്തേക്ക് വിട്ടിട്ടുള്ള പേരൻസ് പ്രായമായിരിക്കും, അവർക്കൊന്നും വർത്താനം പറയാൻ പോലും ആരുമില്ലാതെ ഒരു 70 വയസ്സ് കഴിഞ്ഞാൽ നമ്മുടെ ഇത് മാറും. അന്നേരം കുട്ടികളുടെ പ്രയോറിറ്റി മാറും. അതാണ് കുഴപ്പം. അതിൻ്റെ ഏറ്റവും നല്ല ഉദാഹരണം പറയുന്നത് സുധാമൂർത്തി, നമ്മുടെ ഇൻഫോസിസ് നാരായണമൂർത്തിയുടെ വൈഫ് ഒരിക്കൽ പറഞ്ഞൊരു സ്റ്റോറി പറഞ്ഞു. നാരായണമൂർത്തി ഭയങ്കര ഫുൾ ടൈം ബിസി ആയിരുന്നു. അദ്ദേഹത്തിന് ഇൻഫോസിസ് ആയിരുന്നു അദ്ദേഹത്തിൻ്റെ ഫസ്റ്റ് വൈഫ്. ഒരു വെക്കേഷനില്ല, ഒരു പരിപാടിയില്ല. അപ്പോൾ അങ്ങനെയായിരുന്നു അദ്ദേഹത്തിന് ടോട്ടലി പുള്ളിക്കാരി ഫ്രീ ആയിട്ട് വിട്ടതാണ്. പുള്ളിക്കാരിയുടെ ഇന്ന് 10,000 രൂപ മേടിച്ചിട്ടാണ് അദ്ദേഹം ഇൻഫോസിസ് തുടങ്ങുന്നത്. അപ്പം പുള്ളി അതിൻ്റെ പുറകെയാണ്. അപ്പോൾ പുള്ളിക്കാരി ആ സമയത്ത് മക്കളെ നോക്കിയൊക്കെ എൻജോയ് ചെയ്ത് ജീവിച്ചു. കഴിഞ്ഞ് മക്കൾക്ക് ഒരു ദിവസം പുള്ളിക്കാരി ഇല്ലാതെ ജീവിക്കുന്നത് എങ്ങനെയാണെന്ന് ഓർത്തുകൊണ്ടായിരുന്നു മക്കളിരുന്നത്. കുറച്ച് കാലം കഴിഞ്ഞിട്ട് മക്കൾ കല്യാണം കഴിച്ചു. അവർ പുറത്തേക്കൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോയി. പിന്നെ മക്കൾ എല്ലാ ദിവസവും ഫോൺ വിളിക്കുന്ന ആ ലെവലിലേക്ക് മാറി. ഗ്രാജ്വലി ഫോൺ വിളിയുടെ എണ്ണം കുറഞ്ഞു. പിന്നെ വൈകുന്നേരം എപ്പോഴേലും വിളിക്കാൻ തുടങ്ങി. രാവിലെ വിളി മാറി എപ്പോഴേലും വിളിക്കാൻ തുടങ്ങി. കുറച്ച് കഴിഞ്ഞ് അവരുടെ വിളി നോക്കി ഇവർ നോക്കിയിരിക്കുകയാണ്. അയ്യോ വിളിച്ചില്ലോ, മോള് വിളിച്ചില്ലോ എന്ന് പറഞ്ഞാൽ അന്നേരം പറഞ്ഞാൽ ഞാൻ ബിസി ആയിരുന്നു, രാവിലെ ഓഫീസിലെ വർക്ക് ഉണ്ടായിരുന്നു, അതുണ്ടായിരുന്നു, ഹസ്ബൻഡിനെ വിടണമായിരുന്നു, കുട്ടികളെ വിടണമായിരുന്നു, അമ്മ ഇങ്ങ് വിളിച്ചാൽ പോരായിരുന്നു, അങ്ങനെ പറയാൻ തുടങ്ങി. അങ്ങനെ ഗ്രാജ്വലി ഇത് പുള്ളിക്കാരത്തിൻ്റെ ആവശ്യമായി വന്നു, ഇവരെയൊക്കെ വിളിക്കുക, സംസാരിക്കുക എന്നുള്ളത്. അന്നേരമാണ് പുള്ളിക്കാർ തിരിച്ചറിഞ്ഞത് അത് കുട്ടികളുടെ പ്രയോറിറ്റി മാറും. നമ്മളെല്ലാവരും വിചാരിക്കുന്നത് നമ്മളെ ചിന്തിച്ചുകൊണ്ട് അവർക്കിപ്പോൾ തൽക്കാലം വേറൊന്നും ചിന്തിക്കാൻ ഇല്ലാത്തതുകൊണ്ടാണ് ചിന്തിക്കുന്നത്. കുറച്ച് കാലം കഴിഞ്ഞാൽ അവർക്ക് ഭാര്യയായി, അല്ലെങ്കിൽ ഭർത്താവായി, അവർക്ക് കുട്ടികളായി, അവർ ജോലിയായി, ബിസിനസ്സായി, അവരുടെയും പ്രയോറിറ്റികൾ മാറിക്കഴിയുമ്പം ഈ പേരൻസ് മിച്ചം വരും. പേരൻസിനുണ്ടല്ലോ അവരോട് സംസാരിക്കേണ്ടത്, പ്രയോറിറ്റി മാറുന്നതാണ്. സോ അവരെ കുറ്റം പറയുന്നതല്ല, പ്രയോറിറ്റി മാറും. പുള്ളിക്കാർ പറഞ്ഞാൽ അവരുടെ പ്രയോറിറ്റി മാറി. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ജീവിതത്തിൽ നമ്മൾ ഒറ്റയാണ്. ബാക്കി ഇടയ്ക്കൊക്കെ കുറേ ആൾക്കാർ നമ്മളോടൊപ്പം വന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഒന്നെങ്കിൽ ഹസ്ബൻഡ് വന്നു, ഭാര്യ വന്നു, അല്ലെങ്കിൽ കുട്ടികൾ വന്നു എന്ന് മാത്രമേ ഉള്ളൂ. ജീവിതത്തിൻ്റെ നമ്മളോടൊപ്പം സഹയാത്രികരെന്ന് മാത്രമേ ഉള്ളൂ. ഫൈനലി നമ്മൾ ഒറ്റയ്ക്ക് ജീവിക്കേണ്ടവരാണ് എന്നുള്ള തിരിച്ചറിവ് ഉണ്ടായപ്പോൾ മുതലാണ് പുള്ളിക്കാർ സ്വന്തമായിട്ടൊരു സ്റ്റിച്ചിങ് യൂണിറ്റ് ഇട്ടു. ഒത്തിരി ആൾക്കാരെയൊക്കെ അവസരം കൊടുത്തു. അതിനുണ്ടാക്കുന്ന പ്രോഫിറ്റ് അദ്ദേഹം ചാരിറ്റി ചെയ്യുന്നു. അങ്ങനെ ആ ലെവലിലേക്ക് പുള്ളിക്കാർ എമർജ് ചെയ്തു. അങ്ങനെയാണ് പുള്ളിക്കാർ ഇതൊരു സ്ട്രോങ് വിമണായിട്ട് ഉയർന്നു വന്നത്. നമ്മളെല്ലാവരും പഠിച്ചിരിക്കേണ്ട ഒരു കാര്യമാണ്.